ഭൂതങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളാണ് ആധിഭൗതിക ദുഃഖങ്ങൾ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായവ എന്നർത്ഥം. ശത്രുക്കളിൽ നിന്ന്, ഭീകരന്മാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ദുഃഖങ്ങളാണ് ആധിഭൗതിക ദുഃഖങ്ങൾ. ദേവന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ദുഃഖങ്ങളാണ് ആധിദൈവിക ദുഃഖങ്ങൾ. കൊടുങ്കാറ്റ്, അതിവൃഷ്ടി, തീരെ മഴ പെയ്യാതെ കണ്ടിരിക്കൽ, ഭൂകമ്പം, സുനാമി, ഇതൊക്കെ അതിൽപ്പെടും. ആധിദൈവികം എന്ന വകുപ്പിൽപ്പെടും. ഇനി ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊന്ന് ആധ്യാത്മികം. ശരീരത്തിന് എന്നും രോഗം, മനസ്സിന് എന്നും വേവലാതി. ഇത് ആധ്യാത്മികമായ ദുഃഖം. മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ദുഃഖങ്ങളെ ഈ 3 വകുപ്പിലാണ് ആചാര്യന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം വേണ്ട പോലെ ഉൾക്കൊണ്ടാൽ ഈ 3 തരം ദുഃഖങ്ങളും ഒഴിവാക്കാം, താപത്രയോന്മൂലനം സാധിക്കാം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ആരിൽ നിന്ന് വന്നു? മഹാമുനികൃതേ, സാക്ഷാൽ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ ശ്രീമദ് ഭാഗവതം വന്നത്. ഇതുള്ളപ്പോൾ കിം വാ പരൈഹി, എന്തിനാണ് മറ്റുള്ളതൊക്കെ? ഈ ശ്രീമദ് ഭാഗവതം കേൾക്കണം എന്നാഗ്രഹിച്ചാൽ മതി, ആ ആളുടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നു കയറിയിരിക്കും. 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. 3ാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറയാണ്, നിഗമകൽപ്പതരോഹ, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്മേലുണ്ടായ നല്ല മധുരമായ ഒരു പഴമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഒരു പഴം എന്ന് പറഞ്ഞാൽ കളയേണ്ടുന്ന ചിലതുണ്ടല്ലോ, പുറത്തൊരു തൊലി, അകത്തൊരു കുരു, ഇതൊക്കെ കളയേണ്ടതായിട്ടുണ്ടല്ലോ. ശ്രീമദ് ഭാഗവതം എന്ന ഈ പഴത്തിൽ നിന്ന് കളയേണ്ടതായി ഒന്നുമില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇതിനെ ഒരു രസം എന്ന് പറയാം. രസം എന്ന് പറഞ്ഞാൽ അത് ആദ്യം മുതൽ അവസാനം വരെ കുടിക്കാനുള്ളതാണ്. ശ്രീമദ് ഭാഗവതം എന്ന രസം നിങ്ങൾ കുടിക്കുവിൻ. വേദവ്യാസ മഹർഷി മാലോകരെ വിളിച്ച് ആഹ്വാനം ചെയ്യാണ്. ഹേ ഭാവുകാഹ, അല്ലയോ ഭാഗ്യവാന്മാരെ, ഭാഗവതം നിങ്ങൾ കുടിക്കുവിൻ. പിബത ഭാഗവതം. പിബത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിക്കൂ എന്നല്ല, കേൾക്കൂ എന്നുമല്ല, കുടിക്കുവിൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഭാഗവതം എന്ന രസം നിങ്ങൾ കുടിക്കുവിൻ. ഇതാണ് വേദവ്യാസ മഹർഷിയുടെ ആഹ്വാനം. കുടിച്ചാൽ എന്താണ് ഗുണം എന്നല്ലേ? അത് കുടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, കുടിച്ചിട്ടുള്ളവരെ കണ്ടിട്ടുള്ളവർക്കും അറിയാം. ഭാഗവതം എത്രത്തോളം കുടിക്കണോ അത്രത്തോളം തലയ്ക്ക് ലഹരി പിടിക്കും. പക്ഷേ ഭാഗവതം കുടിച്ചാൽ ഉണ്ടാകാവുന്ന ആ ഒരു ലഹരിക്ക് ഒരു പേരുണ്ട്. സർവേശ്വരപാദഭക്തി എന്നാണ് ആ ലഹരിക്ക് പേര്. ആരെല്ലാം ഭാഗവതം കുടിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈ ലഹരി പിടിച്ചിട്ടുണ്ട്. ഇനി ആരെല്ലാം ഈ ശ്രീമദ് ഭാഗവതം എന്ന രസം കുടിക്കാൻ ഒരുങ്ങുന്നുണ്ടോ അവർക്കെല്ലാം ഈ ലഹരി പിടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. വേദവ്യാസ മഹർഷി ആമുഖമായി ഇത്രയും പറഞ്ഞു. അത് കഴിഞ്ഞ് പശ്ചാത്തലം ഒരുക്കുകയാണ് ഇവിടെ. പശ്ചാത്തലം നൈമിഷാരണ്യം. നൈമിഷാരണ്യം ഏതാണ് എന്ന് ഇന്നലെ നമ്മൾ സ്മരിച്ചതാണ്. ശൗനകാദികളായ മഹർഷിമാർ ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ ചെന്ന് കലിബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായത്തിനെപ്പറ്റി ചോദിച്ചു എന്നുള്ള കഥ ഇന്നലെ പറഞ്ഞു. ബ്രഹ്മാവ് എന്നൊരു ചക്രം ഉരുട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു. ആ ചക്രം ഭാരതഭൂമിയിൽ ഒരിടത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ആ പ്രദേശത്തിനാണ് നൈമിഷാരണ്യം എന്ന് പേര് വന്നത്. ഇന്നും നൈമിഷാരണ്യം എന്ന് തന്നെയാണ് ആ പ്രദേശത്തിന് പേര്. ശൗനകാദികളായ മഹർഷിമാർ ആ നൈമിഷാരണ്യത്തിൽ വന്നിരുന്നു. അവർ സത്രം അനുഷ്ഠിച്ചു. സത്രം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. കർമ്മസത്രം, ബ്രഹ്മസത്രം എന്നിങ്ങനെ 2 തരമാണ് സത്രം. കർമ്മസത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോമകുണ്ഡം. ആ ഹോമകുണ്ഡത്തിൽ വരുന്ന ആളുകൾക്കും പോകുന്ന ആളുകൾക്കൊക്കെ സ്വയം ഹോമം നടത്താം. അങ്ങനെയുള്ള ഒരു കർമ്മത്തിന് കർമ്മസത്രം എന്നാണ് പേര്. അങ്ങനത്തെ ഒരു കർമ്മസത്രം ആയിരുന്നില്ല ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ അനുഷ്ഠിച്ചത്. പിന്നെയോ അവർ ബ്രഹ്മസത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ബ്രഹ്മസത്രം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടി ഒരേപോലെ ഒരേ സമയം ഈശ്വര വിചാരം ചെയ്യുക. ഒരാൾ ഈശ്വരമഹിമ വർണ്ണിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞാൽ ഇതേവരെ കേട്ടുകൊണ്ടിരുന്ന ആൾ വർണ്ണിക്കാൻ തുടങ്ങുക, ഇതേവരെ വർണ്ണിച്ചുകൊണ്ടിരുന്ന ആൾ കേൾക്കാനിരിക്കുക. ഇങ്ങനെ എല്ലാവരും ഈശ്വരമഹിമ
കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനത്തിനാണ് ബ്രഹ്മസത്രം എന്ന് പേര്. ശൗനകാദികളായ മഹർഷിമാർ ഈശ്വരമഹിമ വർണ്ണിച്ചും കേട്ടും നൈമിഷാരണ്യത്തിൽ വർത്തിച്ചു. അവിടേക്ക് ഒരാൾ വന്നെത്തി. അദ്ദേഹത്തിനെയാണ് സൂതൻ എന്ന് പറയുക. സൂതൻ എന്ന് പറഞ്ഞാൽ പുരാണകഥ പറയുന്ന ആൾ എന്നർത്ഥം. ഇന്നലെ നമ്മൾ പത്മപുരാണത്തിൽ സൂതനെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് രോമഹർഷണൻ എന്നാണ്. ആ രോമഹർഷണൻ്റെ പുത്രനായ ഉഗ്രശ്രവസ്സാണ് ഇപ്പോൾ നൈമിഷാരണ്യത്തിലേക്ക് വന്നത്. ഈ ഉഗ്രശ്രവസ്സിന് പല വിശേഷങ്ങളുമുണ്ട്. ഒന്ന്, വേദവ്യാസ മഹർഷിയുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആളാണ്. വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് രോമഹർഷണൻ. ആ രോമഹർഷണൻ്റെ പുത്രനാണ്. അപ്പോൾ നല്ല ഗുരുപാരമ്പര്യം. മറ്റൊന്ന്, പണ്ട് ഗംഗാതീരത്തിരുന്ന് ശ്രീശുകൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ അനേകം മഹർഷിമാർ ശ്രോതാക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ഉഗ്രശ്രവസ്സും ഉണ്ടായിരുന്നു. ശ്രീശുകൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് ഭാഗവതം കേട്ട ഒരു ഭാഗ്യവാനാണ്. പിന്നെ മൂന്നാമത്, ബലരാമൻ്റെ അനുഗ്രഹം നേടിയ ആളാണ്. സർവോപരി സർവശാസ്ത്ര പാരംഗതനാണ്. ഇങ്ങനെ ഈശ്വരാനുഗ്രഹവും ആചാര്യന്മാരുടെ അനുഗ്രഹവും തികഞ്ഞ ഒരാൾ നൈമിഷാരണ്യത്തിലേക്ക് വന്നപ്പോൾ മഹർഷിമാർ അത്യധികം സന്തോഷിച്ചു. അദ്ദേഹത്തിനെ ഒരു പീഠത്തിലിരുത്തി അവർ വന്ദിച്ചു. എന്നിട്ട് 5-6 ചോദ്യങ്ങൾ ആ സൂതൻ്റെ മുമ്പാകെ മഹർഷിമാർ നിരത്തിവെച്ചു. ഹേ സൂത, അങ്ങ് വേദവ്യാസ മഹർഷിയുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആളാണല്ലോ. ആ നിലയ്ക്ക് ആ ജഗൽഗുരുവിന് എന്തെല്ലാം അറിയാമോ അതൊക്കെയും അങ്ങയ്ക്കും അറിയാം എന്നാണ് ഞങ്ങളുടെ ധാരണ. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഒരു മനുഷ്യന് ആത്യന്തികമായ ശ്രേയസ് എങ്ങനെയാണ് സമ്പാദിക്കാൻ സാധിക്കുക? ഏതൊന്ന് ചെയ്താൽ ഫലം ആത്യന്തികമായ ശ്രേയസ്സായിട്ടേ വരൂ എന്ന് തീർച്ചപ്പെട്ടിട്ടുണ്ടോ? അത് ഏതാണ്? ഒരു ചോദ്യം. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കലിയുഗമാണ് വരാൻ പോണത്. കലിയുഗത്തിൽ ആളുകൾക്ക് ബുദ്ധി കുറവ്, ഭാഗ്യം കുറവ്, ആയുസ്സും കുറവ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോണത്. ഈ ലോകത്തിൽ കേൾക്കേണ്ടതായിട്ട് അനേകം കാര്യങ്ങളുണ്ട്, അറിയേണ്ടതായിട്ടും അനേകം കാര്യങ്ങളുണ്ട്. ആയുസ് കുറഞ്ഞ, ബുദ്ധി കുറഞ്ഞ, ഭാഗ്യം കുറഞ്ഞ ഈ കലിയുഗ മനുഷ്യർക്ക് കേൾക്കേണ്ടത് മുഴുവൻ കേൾക്കാൻ പറ്റുമോ? അറിയേണ്ടത് മുഴുവനും അറിയാൻ പറ്റുമോ? ഇല്ല എന്ന കാര്യം തീർച്ച. അതുകൊണ്ട് ഇപ്പോൾ അങ്ങൊരു കാര്യം ചെയ്യണം. ഈ ലോകത്തിൽ ഏതൊക്കെ ധർമ്മശാസ്ത്രങ്ങളുണ്ട്, ഏതെല്ലാം പുരാണ ഇതിഹാസങ്ങളുണ്ട്, അവയുടെ സാരമായത് പിഴിഞ്ഞെടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഇപ്പോൾ അങ്ങത് ചെയ്താൽ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കലിയുഗ മനുഷ്യർക്കും കൂടി അത് പ്രയോജനപ്പെടും. പിന്നെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒട്ടൊട്ടൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. എന്താണ് അവതാരത്തിൻ്റെ പൊരുൾ? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഭഗവാന്റെ പല 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 തരത്തിലുള്ള അവതാരങ്ങളിൽ ലീലാവതാരങ്ങൾ അനേകമുണ്ട് എന്ന് ഞങ്ങൾ ധരിച്ചു വച്ചിട്ടുണ്ട്. ആ ലീലാവതാരങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടത് ശ്രീകൃഷ്ണാവതാരമാണ് എന്നും ഞങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രത്വേന അവതരിച്ച് ബലരാമനോടുകൂടി ഏതെല്ലാം ലീലകളാണ് ആടിയത് ഞങ്ങൾക്ക് വിസ്തരിച്ചു പറഞ്ഞു തരണം. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ താമസിച്ചു കൊണ്ടിരുന്ന കാലത്ത് ധർമ്മം ആ ഭഗവാനെ ആശ്രയിച്ചാണ് ഭൂമിയിൽ നിലനിന്നിരുന്നത്. ഭഗവാൻ മനുഷ്യനാട്യം ഉപേക്ഷിച്ചു പോയതിനു ശേഷം ആരെ ആശ്രയിച്ചാണ് ഭൂമിയിൽ ധർമ്മം നിലനിൽക്കുന്നത്? അതും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. 5-6 ചോദ്യങ്ങളാണ് മഹർഷിമാർ സൂതൻ്റെ മുമ്പാകെ നിരത്തി വെച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും സൂതൻ ഉത്തരം കൊടുക്കണു. അത് അടുത്ത അധ്യായത്തിൽ.